പ്രേമമുണ്ടോ? ആയിരം നാവുള്ള സുന്ദരിമാരെ, ആരെയും കളി ചൊല്ലും കന്യകമാരെ. ആയിരം നാവുള്ള സുന്ദരിമാരെ, ആരെയും കളി ചൊല്ലും കന്യകമാരെ. നാണമെന്തേ ഈ മൗനമെന്തേ, നിങ്ങൾ മിണ്ടുകില്ലേ? അരയെന്ന പിടയുടെ നടയുണ്ട്, കൊഞ്ചും മൊഴികളിൽ താമരത്തേനുണ്ട്. രാധയാണോ സീതയാണോ? ജിഞ്ചിന്നാക്കടി 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 ജിഞ്ചിന്ന ജിഞ്ചിന്ന ജിഞ്ചിന്നോ. അല്ല, ഇനിയിപ്പോ ഇഞ്ചക്ഷനും മരുന്നൊന്നും വേണ്ട. ശാലിനി കല്യാണം കഴിക്കാൻ സമ്മതിച്ചപ്പോ തന്നെ അമ്മാവന്റെ പകുതി സുഖം ഭേദമായി. അല്ല, ഇഞ്ചക്ഷൻ നിർത്തണ്ട, ഒരു കോഴ്സ് അങ്ങ് തീരട്ടെ. എന്റെ കയ്യല്ലേ, തനിക്ക് വല്ല ഛേദമുണ്ടോ? കുത്തി തുളച്ചോ? ആട്ടമ്മാവ, ഈ ബംഗ്ലാവിൽ താവളം അടിച്ചിരിക്കുന്ന പന്തളം പടയെ എപ്പോഴാ പിരിച്ചു വിടുന്നത്? സ്വന്തം അച്ഛനെയും അമ്മയും ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. ഞാനൊക്കെ എന്നെ എതിർക്കാന്നുള്ളതാണ് എന്റെ പോളിസി. അല്ല, ശ്രീകുമാരൻ വന്നോ? ദാസപ്പ, ഇതാണ് ശാലിനിയുടെ പ്രതിശ്രുത വരൻ. എങ്ങനെയുണ്ട് വക്കീൽ സാറേ? ശ്രീകുമാര, ഇതെന്റെ അനന്തരവനാണ് ദാസപ്പൻ. Glad to meet you. ശ്രീകുമാരൻ എവിടെ പോയിരുന്നു? ശാലിനി, ഞാൻ പുറത്തേക്കൊന്ന് പോയതാ. ആ, ഇനി എന്നോട് പറയാതെ എങ്ങും പോകരുത്. എപ്പോഴും എന്റെ അടുത്തുണ്ടായിരിക്കണം കേട്ടോ. ഞാനെങ്ങും പോകത്തില്ല. അമ്മാവ, ഞാനൊരു കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നത്. എന്താ? അമ്മാവ, നാളെ ഞാനൊരു വക്കീൽ ഓഫീസ് തുടങ്ങുകയാണ്. അമ്മാവനെ കൊണ്ട് ഉദ്ഘാടിപ്പിക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അമ്മാവൻ അസുഖമായതുകൊണ്ട് ശ്രീകുമാരനെ കൊണ്ട് ഞാനത് ഉദ്ഘാടിപ്പിച്ചോട്ടെ. വളരെ സന്തോഷം മോളെ, നിങ്ങൾ എല്ലാരും പോണം. അത് വേണോ അച്ഛാ? വേണം കുഞ്ഞെ. തമ്പി അദ്ദേഹത്തിന്റെ ജാമാതാവിന്റെ മഹത്വം എല്ലാവരും അറിയാം. അമ്മാവ, ഞാൻ അങ്ങോട്ട് പോയിട്ട്. നന്നായി വരട്ടെ കുഞ്ഞെ. നീ കുറിപ്പിനെയും ഭവാനിയും ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞേക്ക്. ശ്രീകുമാര, നാളത്തെ ഉദ്ഘാടനം പൊടിക്കണം, തവിട്ട് പൊട്ടിയാക്കിയേക്കാം. അതിനുള്ള വഴി നമ്മൾ നേരത്തെ കണ്ടുവെക്കണം. എന്ത് ചെയ്യണമെന്നാണ് ചേട്ടൻ പറയുന്നത്? നമുക്ക് 4 പേർക്കും കൂടി ഒരാമുക്കം നമുക്ക് എന്താ കമന്ന് കിടന്ന് ചെവി അടിക്കുന്നത്? എന്താ വേണം? മഞ്ഞന്മാരുടെ മുറിയോട്ട് എല്ലാവരും ഈ ആനമുക്കെല്ലാം കൂടെ. അയ്യോ, അവനിപ്പോ എന്നെ വയ്യാതെ പഠിപ്പിച്ചോണ്ടിരിക്കുക. നിങ്ങളുടെ കുശുമ്പും മുന്നാമിയും മാവേലിന് ഗുണം പിടിക്കും. ആ, ഇവിടെ വന്ന് കയറുന്ന എന്തിനാണല്ലോ അവനെ ഒരു 24 വർഷം ഒപ്പിക്കാത്താക്കി ആർക്കിടാതെ എങ്ങനെ ഇവിടുന്ന് വിരിയത്തില്ല. നിങ്ങളെല്ലാവരെയും ഓരോ കൊടുത്ത് കുപ്പിച്ചാക്കി അവനും ഇവിടുന്ന് പോകാം. അത് കാണാം. അങ്ങോട്ട് എന്നാ പഴയ കാലത്ത് വന്നൊരു പെനെ എല്ലാവരും നോട്ടം കണ്ടവന്റെ കാഴ്ച. ആ, എല്ലാവരും വന്നോ? നിങ്ങളെയൊക്കെ ഞാൻ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാണ്. എന്താണാവും? അല്ല, ഈ നിലയിൽ കഴിയുന്ന ഞാൻ ഇനിയും നിധി കാക്കുന്ന ഭൂതം പോലെ എന്റെ സ്വത്തുക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ്? നേരാളിയാ, മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോഴാ കാറ്റ് പോണെന്ന് പറയാൻ ഒക്കില്ല. അതിനു മുമ്പ് ഈ വസ്തുക്കളുടെ കാര്യത്തിൽ ഒരു ചെറിയ കാരണം ചെയ്തു വെക്കുന്നത് നല്ലതാ. ആർക്ക് നല്ലതാണെന്നാണ് കുറുപ്പ് സാർ പറയുന്നത്? എല്ലാവർക്കും, മരിക്കാൻ പോകുന്നവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും. അല്ലേ ഭവാനി? നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നു കൂടെ? എവിടെ എന്താ പറയണമെന്ന് ഈ മനുഷ്യൻ അറിയില്ല. ചേട്ടാ, ഒന്നും വിചാരിക്കരുത് ചേട്ടാ. ഞാനൊന്നും വിചാരിച്ചില്ല അളിയാ. കാരണം ആവശ്യക്കാര് ചെയ്തോളും. പക്ഷേ ഇന്നു മുതൽ എന്റെ എല്ലാ സ്വത്തുക്കളുടെയും ചുമതല ഞാൻ ശ്രീകുമാരനെ ഏൽപ്പിക്കുന്നു. അയ്യോ, ഞാൻ തർക്കമൊന്നും പറയണ്ട. അടുത്ത മാസം തന്നെ ഞാൻ നിങ്ങളുടെ വിവാഹവും നടത്തും. വിവാഹം ഇത്ര പെട്ടെന്ന്? ഒന്നും പറയണ്ട പോളെ, എന്റെ ആഗ്രഹം നിനക്കറിയാമല്ലോ. ഇനി വീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതല്ല. അതല്ല പിന്നെ ഏത്? ഓ, അതിനു മുമ്പേ എനിക്ക് വല്ലതും സംഭവിച്ചു പോകുമെന്നായിരിക്കും.
ഇല്ല മോളെ, നിന്റെ വിവാഹം കണ്ടിട്ടേ അച്ഛൻ മരിക്കുകയുള്ളൂ. ശേഖര, ഈ വിവാഹം മംഗളമായി നടത്തേണ്ട ചുമതല ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അതൊക്കെ ഞാൻ നടത്താമോ? പക്ഷേ രോഗം പൂർണ്ണമായി ഭേദമായിട്ട് വിവാഹം നടത്തിയപ്പോൾ അതെ അച്ഛാ. അതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നു. ചേട്ടൻ ഈ നിലയിൽ കിടക്കുമ്പോൾ കല്യാണം നടത്തിയാൽ നാട്ടുകാരെന്തു പറയും? പറയുന്ന കാര്യം പോട്ടെ, ഈ ശാലിനിയുടെ കല്യാണത്തിന് ഇതിന് മാത്രം ധൃതി കാണിക്കുന്നതിനാ? ഇക്കാര്യത്തിൽ ആരുടെ അഭിപ്രായവും എനിക്ക് പ്രശ്നമല്ല. എന്റെ തീരുമാനം തീരുമാനമാണ്. ശേഖര, കല്യാണത്തിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ശരി മാമ. നിങ്ങൾക്കൊക്കെ പോവാം. തുടങ്ങി കാലത്തെ കൂർക്കം. പിള്ളേറ്റ പിള്ളേറ്റ, ഇതെന്തൊരു ഉറക്കവാ? നീ എന്റെ വയറ്റ് തടിക്കണ്ട. നിന്നെ അവിടെ ഇരുത്തിരിക്കുന്ന എന്തിനാ? അടിക്കാനാ. നീ അവിടെ ഇരുന്നോണ്ട് അടിച്ചോണ്ടാ മതി. ആഹാ, എങ്കിൽ വക്കീൽ സാർ ഇങ്ങ് വരട്ടെ. പിള്ളേറ്റൻ കാലത്ത് വന്നിരുന്നാൽ മുതൽ ഉറക്കമാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഓ, നീ പറയുമല്ലേ? ഉറങ്ങാതെ പിന്നെ എന്നാ ചെയ്യാനാ? എല്ലാ വക്കീൽമാർക്കും ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നീട്ടിക്കൊണ്ടു പോകും. നമ്മുടെ വക്കീലാണെങ്കിൽ ഒരു കേസ് കിട്ടിയാൽ അത് വാദിയെയും പ്രതിയെയും വിളിച്ച് അത് ഒത്തുതീർപ്പിലാക്കും. പിന്നെ ഈ വക്കീൽ കുമ്പസ്ഥൻ എങ്ങനെ ഉറങ്ങാതിരിക്കും? നീ തന്നെ അതെ, അവധിക്ക് അപേക്ഷ തയ്യാറാക്കിയിട്ടുണ്ട്. അവധിക്ക് അപേക്ഷിക്കണ്ട. അതെന്താ? ആ കേസ് ഒത്തുതീർപ്പിലാക്കാൻ പോവാ. അത് ഒത്തുതീർപ്പിലാക്കിയോ? കേട്ടോ മകളെ? ആ പെൺകുട്ടിയെ ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ ജഗന്മേൽപ്പിള്ള വിവാഹം ചെയ്യാം എന്ന് ഏറ്റിരിക്കുന്നു. എങ്ങനെയിരിക്കുന്നു എന്റെ ഒത്തുതീർപ്പ്? കൊള്ളാമേ. അപ്പൊ ഇന്ന് മറ്റേതെല്ലാം കേസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കിണർ കേസിലെ സാക്ഷിയിലെ ഹാജരാക്കേണ്ടത് എന്നാണ്. എടോ നാണുള്ള അത് ഒരാഴ്ചക്ക് മുമ്പ് ഒത്തുതീർപ്പായില്ലേ? ഭഗവാനെ, അത് ഒത്തുതീർപ്പിലാകും. പിന്നല്ലാതെ ഭാഗവത്ര പ്രകാരം ഇങ്ങോട്ട് നോക്കൂ. ആ കിണർ ചേട്ടനും അനിയനും തുല്യ അവകാശമുള്ളതാണ്. ഇവർ തമ്മിൽ പിണങ്ങിയപ്പോൾ അനിയൻ പകുതി കിണർ കക്കൂസായിട്ട് ഉപയോഗിച്ചു. അതാണല്ലോ കേസിന്റെ കാരണം. അത് തള്ളയ്ക്കും പിള്ളയ്ക്കും കേടുകൂടാതെ ബുദ്ധിപൂർവമായിട്ട് ഞാൻ ഒത്തുതീർപ്പ് കൊണ്ട് കൊള്ളിച്ചിട്ടുണ്ട്. ആ കണിത നികത്താമെന്നായിരിക്കും. അല്ല, ചേട്ടനും പകുതി കിണർ കക്കൂസായിട്ട് ഉപയോഗിച്ചു കൊള്ളാം എന്ന് സമ്മതിച്ചു. ഭഗവാനെ, അവര് രണ്ടുപേരെയും വെള്ളം കൂടി വിട്ടുമല്ലോ. ഇല്ല, ചേട്ടനും അനിയനും കിണർ കക്കൂസായിട്ട് ഉപയോഗിക്കുന്നു എങ്കിലും ഇഷ്ടമുള്ളപ്പോൾ അതിൽ നിന്ന് കോരി കുടിക്കാൻ അവകാശമുണ്ടെന്നും വിരോധമില്ലെന്നും ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുന്നു തീർന്ന്? അല്ലേ, എങ്ങാണ്ടെന്നോ വന്ന ഒരുത്തന് ഈ കണ്ട സ്വത്തുക്കളെല്ലാം കൂടെ വിട്ടുകൊടുക്കാനോ? ആ സെന്റി പറയുന്നത് കേട്ട് നടക്കണമെന്നല്ലേ ചേട്ടൻ പറയുന്നത്? ഞങ്ങൾക്കിത് എന്ത് പറ്റിയെന്തോ ചോദിക്കാനും പറയാനും ആരില്ല. ആരും ചോദിക്കണ്ട. എല്ലാരും കൂടെ കുത്തുമാല എടുത്തങ്ങ് റോഡിലോട്ട് ഇറങ്ങിയേച്ചാ മതി. നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഓരോരുത്തന്മാര്. എന്തിനാ ഇങ്ങനെ ആണെന്നും പറഞ്ഞ് നടക്കുന്നത്? നീ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് എന്റെ ആണത്തെ മുഴുവൻ നഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞേക്കാം. ചേട്ടാ, ആവശ്യത്തിനുള്ള ആണത്ത് നമുക്ക് ഇപ്പോഴും ഉണ്ട്. നിങ്ങളൊക്കെ സമാധാനമായിട്ടിരിക്കണം. ആ തെണ്ടി ഇന്നിവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ എന്റെ പേര് ശേഖരൻ എന്നല്ല. നീ ശാലിനിയെ കല്യാണം കഴിക്കാൻ വന്നാണ് അല്ലേ? സാറിന് ഇതുവരെ അത് മനസ്സിലായില്ലേ? മനസ്സിലായി. പക്ഷെ നിന്നെ ചിലത് മനസ്സിലാക്കാനാണ് ഞാൻ വന്നത്. ഓഹോ, എന്നാ നടക്കട്ടെ. അവൾ ആരുടെ മുറപ്പെണ്ണാണെന്ന് അറിയാമോ? എന്റെ. നേരോ? സന്തോഷം. ഇവിടെയുള്ള സ്വത്തുക്കളുടെ എല്ലാം അവകാശി ആരാണെന്ന് അറിയാമോ? ഞാൻ. അയ്യോ, വളരെ സന്തോഷം. പിന്നെ നീ എന്തിനാ ഇവിടെ വന്നത്? എന്റെ സാറേ, സാറാണ് അവകാശിയെന്ന് ഇപ്പോഴല്ലേ അറിഞ്ഞത്? ഇപ്പോഴറിഞ്ഞല്ലോ. എന്നാൽ ഉടനെ സ്ഥലം വിട്ടാട്ടെ. അത് ബുദ്ധിമുട്ടാ. വിളിച്ചോണ്ട് വന്ന ആളെ കാണാതെ പോണത് ശരിയാണോ? നീ ശാലിനിയെ കാണണ്ട. അത് സാറ് മാത്രം നിശ്ചയിച്ചാ പോരല്ലോ. അപ്പോൾ നീ കണ്ടിട്ടേ പോകൂ അല്ലേ? കണ്ടാലും ശാലിനി പറഞ്ഞിട്ടേ പോവും. ഛെ,